അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ. അപകടകരമായ കാൽസ്യം കാർബണേറ്റാണ് 13 കണ്ടെയ്നറുകളിൽ ഉള്ളത്. തേങ്ങയും കശുവണ്ടിയും ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളും തടിയും തുണിയും മുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ കണ്ടെയ്നറുകളിലുണ്ട്. സംഭവത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലും വിശദീകരണം തേടി. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളുടെ വിവരങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടത്. 13 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് അപകടകരമായ കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് വെള്ളവുമായി ചേർന്നാൽ തീപിടിക്കാൻ സാധ്യതയുണ്ട്. അസറ്റലിൻ വാതകത്തിന്റെ സാന്നിധ്യമാണ് തീപിടിക്കാൻ കാരണം. 5 കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നു. 8 കണ്ടെയ്നറുകൾ മുങ്ങിയ കപ്പലിന്റെ അകത്തെ അറയിൽ. 4 കണ്ടെയ്നറുകളിൽ പണം എന്നെഴുതിയിരുന്നു. എന്നാൽ ഇത് കാശല്ല, കശുവണ്ടി എന്ന കമ്പനിയുടെ വിശദീകരണം. തേങ്ങയും കശുവണ്ടിയും ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളും തടിയും തുണിയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വരെ കണ്ടെയ്നറുകളിലുണ്ട്. കപ്പൽ കമ്പനി കസ്റ്റംസിന് നൽകിയ വിവരങ്ങളാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത്. അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണമെന്നും എല്ലാ വിവരങ്ങളും പുറത്തുവിടണം എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നടപടി. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കപ്പൽ അപകടത്തിന് പിന്നാലെ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ വിശദീകരണം തേടിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ കേന്ദ്ര, കേരള, ലക്ഷദ്വീപ് മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ 8 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.